ജനങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും കേൾക്കാൻ മെഗാ അദാലത്തുമായി ബി.ജെ.പി. വികസനം ജന്മാവകാശം എന്ന പേരിൽ ഈ മാസം 6-ന് കണ്ണൂർ മമ്പറം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഗ്രൗണ്ടിൽ മെഗാ അദാലത്തും ജനസംഗമവും സംഘടിപ്പിക്കുമെന്ന് ബി.ജെ.പി. കേരള ഘടകം സെൽ കൺവീനർ വി.കെ. സജീവൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്ര തൊഴിൽ സൂക്ഷ്മ ചെറുകിട വ്യവസായ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തജെ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. വികസനം ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മാർച്ച് 6-ന് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് മെഗാ അദാലത്തും ജനസംഗമവും നടത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഭരണപരാജയത്തിന്റെയും വികസന മുരടിപ്പിന്റെയും പ്രതീകമായിട്ടുള്ള കേരളത്തിൽ ഇനി മുതൽ ജനങ്ങളെ കേൾക്കാൻ, ജനങ്ങൾക്ക് പരാതി പറയാൻ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട് എന്നുള്ള സന്ദേശം നൽകുകയാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. കേരളത്തിൽ നമുക്കറിയാം, തൊഴിലില്ലായ്മ ദേശീയ ശരാശരിയേക്കാൾ എത്രയോ കൂടുതലാണ്. കേരളത്തിലെ യുവാക്കൾ കേരളത്തിന് പുറത്തേക്കോ വിദേശത്തേക്കോ തൊഴിൽ തേടി പോകേണ്ട സാഹചര്യം ഇന്നും നിലനിൽക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ, ആശുപത്രികളിൽ നിരന്തരമായി ഡോക്ടറില്ലാത്ത അവസ്ഥ, സ്റ്റാഫില്ലാത്ത അവസ്ഥ, മരുന്നില്ലാത്ത അവസ്ഥ, സൗകര്യങ്ങളില്ലാത്ത അവസ്ഥ, ആരോഗ്യ മേഖല ഒന്നടങ്കം സ്തംഭിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് കിട്ടേണ്ട കേന്ദ്ര പദ്ധതികൾ പോലും ലഭിക്കാത്ത സാഹചര്യം. 70 വയസ്സ് കഴിഞ്ഞവർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 5 ലക്ഷം രൂപ വരെ ലഭിക്കാവുന്ന ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ 32 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. അതുവഴി ഈ 32 ലക്ഷം വരുന്ന വയോജനങ്ങൾക്ക് ചികിത്സാ സഹായം നിഷേധിക്കുന്ന നിലപാടുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ, വീൽ ട്രീറ്റ് യു വെൽ, ചാല ഈസ്റ്റ്, കണ്ണൂർ.